ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 45-ാമത്തെ ശ്ലോകം. ത്രൈഗുണ്യവിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. മലയാളം: വേദങ്ങളോതും ഗുണം 3 വിട്ടു നിർദ്വന്ദ്വനാവുക, സത്വസമ്പന്നനാത്മാവാൻ യോഗക്ഷേമങ്ങൾ കൈവിടൂ. അർജുനനോട് ഉപദേശിക്കുകയാണ്. ഹേ അർജുന, വേദാഹ ത്രൈഗുണ്യ വിഷയാഹ. വേദങ്ങൾ എന്ന് പറയുന്നത് ത്രിഗുണാത്മകമാണ്, മായയാൽ ബന്ധിതമാണ്. ത്വം നിസ്ത്രൈഗുണ്യേ ഭവ. നീ ഇതിനൊക്കെ അതീതനാവോ, ഇതൊക്കെ വിടൂ, ഈ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ മോചനം നേടൂ. നിർദ്വന്ദ്വ നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മവാൻ ഭവ. ഈ ത്രിഗുണങ്ങളിൽ നിന്ന് നീ അതീതനാവണം. സുഖം ദുഃഖം എന്നീ ഭാവങ്ങളിൽ നിന്നും അതീതനാവണം. സത്വശുദ്ധിയെ ആശ്രയിക്കുന്നവനാവണം. യോഗക്ഷേമ ചിന്തയില്ലാത്തവനാകണം. അങ്ങനെ ആത്മനിഷ്ഠനുമായിട്ട് വർത്തിക്കൂ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കൂ. ഇതാണ് കൊടുക്കുന്ന ഉപദേശം. അപ്പോൾ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മോചനം നേടൂ അർജുന എന്നാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞു, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ, എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിൽ, അത് ആരോ ആയിക്കോട്ടെ, വീട്ടമ്മ ആയിക്കോട്ടെ, ഗൃഹസ്ഥനായിക്കോട്ടെ, ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഭക്തനായിക്കോട്ടെ, അവരെല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാലോചിച്ച് ചെയ്യുമ്പോൾ അവർക്കതിൽ ബോറടിക്കില്ല, മടുപ്പ് തോന്നില്ല, ശപിക്കില്ല. അയ്യോ ഇത് ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ശപിക്കില്ല. കാരണം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്? ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നീ അത് മാത്രം ചിന്തിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ നിൻ്റെ കർമ്മങ്ങൾ ചെയ്യണം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ അർജുനന് ഉപദേശം കൊടുത്തു. ഇപ്പോൾ പറയുന്നത് നീ ത്രിഗുണങ്ങൾക്ക് അതീതനാവണം. കാരണം ഈ വേദങ്ങളൊക്കെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ സത്വം രജം തമോ ഗുണങ്ങൾ 3 ഉണ്ട്. പക്ഷേ ഇത് ഓരോരുത്തരിലും ചിലത് കൂടിയിരിക്കും. സത്വരജസ് കൂടിയിരിക്കും, സത്വഗുണം കൂടിയിരിക്കും, രജോ ഗുണം കൂടിയിരിക്കും, ചിലർക്ക് തമോ ഗുണങ്ങളാണ് കൂടിയിരിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിമുക്തനായിട്ട് ഉള്ള ഒരു മനസ്സ് നിനക്ക് കിട്ടണം എന്നാണ് അർജുനനോട് ഉപദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ, ആരൊക്കെയോ ചെയ്തു, നമ്മുടെ പൂർവികരൊക്കെ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. ഈ പൂജ, ഈ കർക്കിടക മാസത്തിൽ ഇന്ന പൂജ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ രാമായണം വായിച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോകണം, ശനിദോഷം വന്നാൽ ഇവിടെ പോകണം. എന്തിനാണ് പോണത് അതറിയില്ല. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശയൊക്കെ എല്ലാവരും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നു. അച്ഛൻ പഴയ താഴ്വഴികൾ നമ്മളെ പഠിപ്പിക്കുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അതിലൊരർത്ഥമില്ല. അപ്പം നമ്മൾക്ക് ഇതിനെപ്പറ്റി എന്തിനാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് നമുക്ക് തിരിച്ചറിവ് തരുന്നത് നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ള ഒരു ഉത്തരം കിട്ടും. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ആ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് എന്ത് കഷ്ടത വന്നാലും അപ്പോഴും നമ്മൾ ഭഗവാനെയാണ് വഴിക്കുന്നത്. എന്താ പഴിച്ചിട്ട് ആർക്കാണ് നഷ്ടം പറ്റുന്നത്? ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. നമുക്ക് നഷ്ടം പറ്റും, നമുക്ക് മാത്രമാണ് നഷ്ടം സംഭവിക്കുക. അതായത് അർജുനനോട് പറയുകയാണ്, നീ ഇപ്പം യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞല്ലേ ഇരിക്കുന്നത്. ആർക്കാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്? ആർക്കും ഒന്നും സംഭവിക്കില്ല, നിനക്ക് മാത്രം തന്നെ സംഭവിക്കുള്ളൂ. അത് നമ്മളോടും കൂടെ പറഞ്ഞു തരാണ്. അപ്പോൾ ഈ ത്രിഗുണങ്ങൾക്ക് അതീതനാവണം എന്നാൽ മാത്രമേ നിനക്ക് സമാധാനം ലഭിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു സംശയം വരുമല്ലേ, അതീതനാവണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുക? മനസ്സിന് അതീതമായിട്ട് ഉയരൂ എന്നാൽ ഈശ്വരത്വം നേടാമെന്നാണ് ഉപനിഷത്തുക്കൾ മുഴുവൻ പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് ചെറിയൊരു സംശയം വരും. അപ്പോൾ നമ്മൾ കുറച്ച് ചായ ഉണ്ടാക്കണം, കുറച്ച് പഞ്ചസാര, കുറച്ച് ചായപ്പൊടി, വെള്ളം, പാല്, ഇത് 4 ഓരോ പാത്രത്തിൽ വെച്ചു. ചായ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇത് 4 കൂടെ മിക്സ് ചെയ്തു, ചായയാവോ? ഇല്ലല്ലോ. വീണ്ടും അത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയും കൂടെ വേണം. അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഡോക്ടർമാർ ചില മരുന്ന് കുറിച്ച് കൊടുക്കും, അത് ലോകത്ത് എവിടെയും കിട്ടുന്നുണ്ടാവില്ല. എന്നിട്ട് പിന്നെ ആ മരുന്നുകൊണ്ട് എന്താ ഗുണം? എവിടെയും കിട്ടില്ല.
പിന്നെ ആ മരുന്നുകൊണ്ടൊരു ഗുണമില്ലല്ലോ. അതേപോലെ നീ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ചിന്തിച്ച് അതിൻ്റെ കാഴ്ചപ്പാട് അതെങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ആലോചിച്ച് മാത്രം കർമ്മം ചെയ്യൂ. അപ്പം നമുക്ക് മനസ്സിൽ നിന്ന് ഈ ത്രിഗുണങ്ങളൊക്കെ മാറിക്കിട്ടും. എന്നാൽ പിന്നെ ഒരു ചെറിയ സംശയം, ഈ ത്രിഗുണം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഭഗവാന് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. നമ്മളുടെ നന്മ എന്താണ്, നമ്മളുടെ തിന്മ എന്താണ് എന്നൊക്കെ ഭഗവാന് തന്നെ തിരിച്ചറിയാം. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയോട് അമ്മയുടെ പാല് കുടിക്കണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് കുടിക്കുക എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ പാല് കാണുമ്പോഴേക്കും തന്നെ കുട്ടി വലിച്ചു കുടിച്ചു തുടങ്ങും. 3-4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമിഴണം. ആരെങ്കിലും പറയണോ? ഒരു ദിവസം പെട്ടെന്ന് കുട്ടി ഇങ്ങനെ കമിഴാൻ ശ്രമിക്കുന്നു, പിന്നെ തന്നെ കമിഴുന്നു. നമ്മൾ പിടിച്ച് എടാ കമിഴെന്ന് പറഞ്ഞിട്ട് കമിഴ്ത്താൻ പറ്റില്ല. 4 മാസമായിട്ടുള്ള കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി കുറച്ച് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കണം. അപ്പോൾ തന്നെ ഇരുന്നോളും, നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ഇതൊക്കെ ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിയിൽ നിക്ഷിപ്തമാണ്. അത് ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത്. പിന്നെ വലുതായി കഴിഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ എത്തിത്തുടങ്ങിയാൽ നമുക്ക് വേണമെങ്കിൽ ഉപദേശിക്കാം. ഒരു തീ കണ്ട അയ്യോ അത് തീയാണ്, പൊള്ളും, അങ്ങോട്ട് പോകരുത്, അല്ലെങ്കിൽ അത് എടുക്കരുത്, ശ്രദ്ധിച്ച് ഇപ്പോൾ കോണി സ്റ്റെപ്പൊക്കെ കയറുകയാണെങ്കിൽ കയറരുത്, ചിലപ്പോൾ വീഴും, അങ്ങനെയുള്ളത് പറഞ്ഞു കൊടുക്കും. പക്ഷെ അതുവരെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. കുട്ടി സ്വന്തമായിട്ട് അനുഷ്ഠിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയാണ്. അത് ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ കഴിവ് ആ കുട്ടിയിൽ ഏത് ജീവജാലങ്ങളിലായാലും അത് കൊടുത്തിട്ടുണ്ടാവും. മൃഗങ്ങളുടെ ഇതിനേക്കാൾ അതിശയമാണല്ലേ, പ്രസവിച്ച ഉടനെ തന്നെ എണീറ്റ് ഓടുന്നവരെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വളരെ അത്ഭുതങ്ങളാണ് ശരിക്കും. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ നിർദ്വന്ദ്വനാകണം. നീ ഇപ്പം ത്രിഗുണങ്ങളിൽ നിന്ന് നീ മുക്തി നേടണം. ഒന്നാമത്തെ തത്വം പറഞ്ഞു കൊടുത്തത്. പിന്നെ പറയണത് നീ നിർദ്വന്ദ്വനാവണം. അതായത് സുഖം, ദുഃഖം, ജയം, പരാജയം ഇതൊന്നും നിന്നെ ബാധിക്കാൻ പാടില്ല. അതെന്താ വെച്ചാൽ അത് നമുക്ക് രണ്ടും വരും. ചിലപ്പോൾ നമുക്ക് സുഖങ്ങൾ വരും, ചിലപ്പോൾ ദുഃഖങ്ങൾ വരും. അതൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. കാരണം ജീവൻ ഒരു ദേഹം എടുത്തിട്ട് ആ ദേഹിയിലിരുന്ന് പ്രവർത്തിക്കുന്നതാണ് അതെല്ലാം. മരിച്ചു പോയി കഴിഞ്ഞാലും ദേഹത്തിലെ എല്ലാ അവയവങ്ങളും അവിടെയുണ്ട്. പക്ഷേ നമുക്ക് ചോറുണ്ണാൻ പറ്റുമോ? ദഹനം നടക്കുമോ അവിടെ? ഇല്ലല്ലോ. നമ്മൾക്ക് ആ ജീവനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ പ്രക്രിയകൾ മുഴുവൻ നടക്കുള്ളൂ. അതുകൊണ്ട് ദേഹം എന്ന് പറഞ്ഞിട്ടൊരു സാധനം അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതിൽ ജീവനും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നീ ഈ ജയം വരാം, പരാജയം വരാം, അതിലൊന്നും നീ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടൊക്കെ വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് മനസ്സമാധാനം കിട്ടണം അല്ലേ? അർജുനന് മനസ്സമാധാനം നഷ്ടപ്പെട്ടേക്കാണ്. അപ്പോൾ മനസ്സമാധാനം കിട്ടണം. ചില ആൾക്കാർക്ക് മനസ്സമാധാനം കിട്ടാൻ 24 hours പാട്ട് കേട്ടാൽ മതി. മറ്റു ചിലർക്ക് എല്ലാവരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ട് ജീവിച്ചാൽ മതി. ചിലപ്പോൾ നല്ല വിഷമങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഫ്രണ്ട്സും ഒക്കെ കൂടി ഇരുന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മനസ്സമാധാനം കിട്ടും. ചില ആൾക്കാർക്ക് മനസ്സമാധാനം കിട്ടുന്നത് അവർ കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും. അപ്പോൾ ഉറങ്ങുമ്പോൾ എന്ത് ഫലം ആലോചിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്? ഞാൻ ഉറങ്ങിയത് കൊണ്ട് ഒരു കർമ്മം ചെയ്യുകയാണല്ലോ. അപ്പോൾ ഞാൻ ഉറങ്ങുക എന്നുള്ളൊരു കർമ്മം ചെയ്യുകയാണ്. അതിന് എന്താണ് ഫലം കിട്ടാൻ പോകുന്നത്? അറിയില്ലല്ലോ. ഒരു ഫലവും കിട്ടില്ല. ഉറങ്ങി എന്താ കിട്ടുക? കുറച്ച് മനസ്സമാധാനം കിട്ടും. അപ്പോൾ ഉണർന്നാലും ആ മനസ്സമാധാനം കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദേഹത്തിലിരിക്കുന്ന ജീവനെ ഇഷ്ടപ്പെടണം. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവത് ചൈതന്യത്തെ ഇഷ്ടപ്പെടണം. അതിനു വേണ്ടി പ്രവർത്തിക്കണം എപ്പോഴും. കഴിഞ്ഞപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർജുന, നീ ഈ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ മോചനം നേടിയിട്ട് ലോകങ്ങളിലുള്ള മോഹങ്ങളെല്ലാം കൈവെടിഞ്ഞിട്ട് ആത്മജ്ഞാനം കൈവരുത്തൂ. എന്നിട്ട് ജീവിക്കൂ. അപ്പോഴും ഒരു ചെറിയ സംശയം വരൂലേ? എന്നാൽ പിന്നെ ശരി, അങ്ങനെയാണെങ്കിൽ ഈ വേദോപനിഷത്തുക്കളൊക്കെ എന്തിനാ പഠിക്കണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊരു വഴി മാത്രമാണ്. ഒരു വഴിയിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. നടന്നു പോകുന്ന വഴിയിൽ, അല്ലെങ്കിൽ നടക്കുക എന്നല്ല, അത് ഏത് വഴിയിൽ കൂടെയാണോ നമ്മൾ ആ ലക്ഷ്യം. ഇപ്പോൾ കുട്ടികളുടെ ഉദ്ദേശം, പ്രധാനമായിട്ടും വിദ്യാർത്ഥികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല ഹൈ റാങ്കുള്ള ഒരു ഉദ്യോഗം കിട്ടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അതിലേക്ക് നടക്കുക ഉള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്, അതിലേക്കുള്ള വഴി. ആ വഴിയിൽ അവർക്കൊരു സുഖവും കിട്ടില്ല, മുഴുവൻ കഷ്ടതകളായിരിക്കും. പക്ഷേ ആ കഷ്ടതകളെല്ലാം അതിജീവിച്ചിട്ട് അവർ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ അവർക്ക് മനസ്സമാധാനം കിട്ടും.
മനസ്സമാധാനമാണല്ലോ വേണ്ടത്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങളെല്ലാം ഓവർകം ചെയ്തിട്ട് നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. അവസാനം ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണൂന്നിയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രമായിരിക്കണം നമ്മൾ കാണുന്നത്. അതിലേക്കുള്ള വഴികൾ ദുർഘടം പിടിച്ചതായിരിക്കും, പക്ഷേ നീ അതെല്ലാം തരണം ചെയ്യണം. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലെപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഗുണങ്ങൾ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. അപ്പോൾ തമോ ഗുണമൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും അങ്ങനെയുള്ള വ്യാമോഹങ്ങളിലൊന്നും കൊടുങ്ങാതെ നീ പൂർണ്ണമായിട്ടും ഭഗവാനിൽ സമർപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആണ് നിത്യസത്വസ്ഥ. സത്വഗുണത്തിൽ മാത്രം നിലയുറപ്പിക്കണം. മറ്റ് 2 ഗുണവും മുഴുവനായിട്ടും കളയണം. കാരണം മനസ്സിനെ മലിനമാക്കുന്നത് രജോ ഗുണവും തമോ ഗുണവുമാണ്. അത് രണ്ടും നീ എന്തായാലും ഒഴിവാക്കണം. ഇനി യോഗക്ഷേമം. നേടിയിട്ടില്ലാത്തത് നേടാനുള്ള ശ്രമമാണ് യോഗം. നേടിയത് കാത്തു സൂക്ഷിക്കുന്നതാണ് ക്ഷേമം. ഇത് രണ്ടും കൊണ്ടാണ്, ഈ 2 പ്രേരണകൾ കൊണ്ടാണ് നമ്മളെല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്താൽ ഫലം ഇന്നത് കിട്ടണമെന്ന് ചിന്തിച്ച് നീ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് കിട്ടിയത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മളുടെ കർമ്മങ്ങൾ അത് നമ്മളെ തേടി ഇങ്ങോട്ട് തന്നെ വരും. പക്ഷേ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. എന്നാൽ ശരി, എന്നെ തേടി വരുമല്ലോ, എന്നാൽ നമ്മുടെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. കാരണം മനസ്സും ജീവനും ദേഹവും ഇത് 3 അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എനിക്കെല്ലാം വെറുതെ ഇരിക്കാൻ പറ്റുമോ, ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, 5 മിനിറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കില്ല. കാരണം നമ്മുടെ ചിന്തകളുണ്ടാവും. ചിന്തിക്കാതെ ഇരിക്കാൻ പറ്റുമോ, എന്നാൽ ഓക്കെ ഗുഡ്. അല്ലെങ്കിൽ പറ്റില്ല. ഒന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ഇരിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനിവിടെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയല്ല. അപ്പോഴും നിങ്ങൾ കർമ്മം ചെയ്യുന്നുണ്ട്. എന്താണ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ചിന്ത പോലും ഇല്ലാതെ ഒരു മനുഷ്യനും ഇരിക്കാൻ പറ്റില്ല. അപ്പം നിർദ്വന്ദ്വനും നിത്യസത്വസ്ഥനും നിര്യോഗക്ഷേമനുമായിട്ട് ഭവിക്കൂ അർജുന എന്നാണ് ഉപദേശിക്കുന്നത്. ആത്മസ്വരൂപത്തിൽ തന്നെ ജീവനാണ് എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നതെന്നുള്ളത് നീ മനസ്സിലാക്കണം. മറ്റുള്ള മോഹങ്ങളിലൊന്നും നീ കുടുങ്ങരുത്. അപ്പോൾ ഈ സംസാര ദുരിതങ്ങൾക്കെല്ലാം അറുതി വരണമെങ്കിൽ ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ, എല്ലാം ഭഗവത് സമർപ്പണമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു വഴിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ അതിലേക്ക് എത്താനുള്ള വഴികളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പെരുക്കപ്പട്ടിയൊക്കെ പഠിക്കുമല്ലേ. പക്ഷേ BSc B.Ed ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഇരുന്ന് 1 2 സാർ 2 2 2 സാർ 4 എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 1 2 2 4 2 4 എന്ന് പറഞ്ഞിട്ട് പട്ടിക എഴുതേണ്ട ആവശ്യമില്ല. അവരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അതെല്ലാം പഠിച്ചിട്ടാണല്ലോ ഇവിടെ എത്തിയത്. അത് വഴികളായിരുന്നു. LKG തൊട്ടിട്ട് നമ്മൾ പഠിച്ചതെല്ലാം നമ്മുടെ വഴികളാണ്. ഇപ്പം നമ്മൾ ഫൈനലി നമുക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ഒരു ജോലിക്കുള്ള വിദ്യാഭ്യാസം നേടി. എന്നാലും നമ്മുടെ പഠിപ്പൊന്നും എവിടെയും നിൽക്കാൻ പോകുന്നില്ല. നമുക്ക് എത്ര വേണമെങ്കിൽ പഠിക്കാം. യോഗ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. യോഗമാണത്. അതെല്ലാം കർമ്മങ്ങളെല്ലാം നമ്മളിലേക്ക് തന്നെ വന്നു ചേരുകയാണ്. ഞാൻ ഇനി പഠിക്കുന്നൊന്നുമില്ല, ഹയർ സ്റ്റഡീസിന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ തലയിൽ പഠിക്കാനുള്ള യോഗ ഉണ്ടെങ്കിൽ അവന് പഠിക്കാൻ തോന്നിപ്പിക്കും ഭഗവാൻ. ചിലർക്കാണെങ്കിൽ അത് മുഴുമിപ്പിക്കാൻ പോലും, ഒരു കോഴ്സ് മുഴുമിപ്പിക്കാൻ പോലും പറ്റില്ല. അതെല്ലാം നമ്മളുടെ അനുഭവങ്ങളിൽ തന്നെ നമ്മൾ ദിവസേന കാണുന്ന കാര്യങ്ങളാണല്ലേ. നല്ലോണം പഠിച്ചു, പക്ഷേ എന്താ ചെയ്യുക, പരീക്ഷ എഴുതാൻ പറ്റിയില്ല, കഴിഞ്ഞില്ലേ കാര്യം. അത്രയേ ഉള്ളൂ. ഒക്കെ നിശ്ചയിക്കുന്നത് ഭഗവാനാണ്. ഇത് നമ്മൾ എല്ലാ പദ്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും, നാരായണീയായാലും ഭഗവത്ഗീത ആയാലും എല്ലാം പറയുന്നതാണ്. വളരെ നന്നായിട്ട് എന്തായാലും റാങ്ക് പോലും കിട്ടുന്ന ഒരു കുട്ടിയാണ്. പരീക്ഷയുടെ ദിവസം പോകാൻ പറ്റിയില്ല, എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ വന്നു, എഴുതാൻ പറ്റിയില്ല. പിന്നെ എന്താണ് കാര്യം? പഠിച്ചുകൊണ്ട് കാര്യമില്ല, പഠിച്ച അവിടെ തന്നെയുണ്ട്. പക്ഷേ തൽക്കാലം ആ കുട്ടിയുടെ അന്നത്തെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ആ കുട്ടി പ്രതീക്ഷിച്ച ഒരു ഫലം അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ നീ നിൻ്റെ മനസ്സിനെ ആർക്കും തന്നെ, അതായത് ഈ ലൗകിക അനുഭവങ്ങൾക്കൊന്നും തന്നെ മാറ്റാൻ പറ്റില്ല. ആത്മജ്ഞാനിക്ക് ബാക്കി ഒന്നും തന്നെ ഒന്നിനെ അവൻ ആശ്രയിക്കാത്തതുകൊണ്ട്, അതായത് എല്ലാറ്റിൽ നിന്നും അതീതനായി കഴിഞ്ഞാൽ ഒന്നും നിന്നെ ശല്യം ചെയ്യില്ല. അപ്പം ഇനി വേദകർമ്മങ്ങളിലൂടെ കിട്ടാവുന്ന ഫലങ്ങളെ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരാൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. 46-ാമത്തെ ശ്ലോകമാണ്. അപ്പം നമ്മൾ ആകെ ഒരു ശ്ലോകം എന്ന് ചൊല്ലിയിട്ടുള്ളൂ.
45-ാമത്തെ ശ്ലോകം. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ കുറച്ച് നീണ്ടുപോയി. ഇനി 46-ാമത്തെ ശ്ലോകം അടുത്ത ദിവസം ചെല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മനനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.